പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ ബഖറയിലെ 165 വചനത്തിന്റെ തുടക്ക ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് എന്ന ഭാഗം. അതിനോട് ബന്ധപ്പെട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരനുബന്ധമാണ് ഇന്ന് നമ്മൾ തുടർന്ന് പഠിക്കുന്നത്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഇതാണ് പ്രസ്തുത ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ഇലാഹുകളെ അള്ളാഹുവിന് സമന്മാരായി സ്വീകരിച്ച ആളുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവർ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, ഈ ആരാധ്യന്മാരെ അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഭാഗവും നമ്മൾ വിശദീകരിച്ചു, മനസ്സിലാക്കി. യുഹിബ്ബൂനഹും, സമന്മാരെ സ്വീകരിച്ചവർ ഈ സമന്മാരെ ഇഷ്ടപ്പെടുന്നു. അവിടെ ഹും എന്ന സർവനാമമാണ് പ്രയോഗിച്ചത്. വ്യാകരണപ്രകാരം ഇത്തരം വമീറുകൾ, സർവനാമങ്ങൾ ഹും എന്നത് ആഖിലിനാണ് പ്രയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യ ജന്മങ്ങൾക്കാണ് അത് പ്രയോഗിക്കുക. അതെന്തുകൊണ്ട്? അള്ളാഹുവിന് സന്മാന്മാരെ സ്വീകരിച്ചവർ, തുല്യന്മാരെ തീർത്തവർ മനുഷ്യരെ മാത്രമല്ല സ്വീകരിച്ചിട്ടുള്ളത്. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള്, മുരട്, മൂർഖൻ പാമ്പ് വരെ ആരാധ്യന്മാർ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. എലിയെയും പുലിയെയും പശുവിനെയും പാമ്പിനെയും എന്ന് വേണ്ട തറയും തിറയും തൂണും തുരുമ്പുമൊക്കെ ആരാധ്യന്മാരാക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിഷ്ഠകൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഐക്കല്ല്, ഏലസ്, ഉറുക്ക്, ചെരട്, ഇങ്ങനെ പല ക്ഷുദ്രവസ്തുക്കളും, ഖബറുകൾ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. കല്ലും മരവുമൊക്കെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. പുണ്യാളന്മാരും പുണ്യാളത്തികളും ഔലിയാക്കളും അമ്പിയാക്കളും ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. മലക്കുകൾ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബൂനഹ, ഈ ആരാധിച്ചിരുന്നവർ അവയെ ഇഷ്ടപ്പെടുന്നു എന്നല്ല പറഞ്ഞത്, അവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ എന്താണ് പൊരുൾ? അതിലടങ്ങിയ യുക്തി എന്ത്? എന്തുകൊണ്ടാണ് അവയെ ഇഷ്ടപ്പെടുന്നു എന്നറിയിക്കുന്ന സർവനാമത്തെ പ്രയോഗിക്കാതെ യുഹിബ്ബൂനഹും, അവരെ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം യോജിപ്പിക്കുന്ന സർവനാമം ഉപയോഗിച്ചത്? ഭോഷ്കന്മാരും വിവരദോഷികളുമായ ഈ ബഹുദൈവാരാധകർ, അള്ളാഹുവിന് ആലിഹത്തിനെ സമന്മാരായി സ്വീകരിക്കുന്നവർ, ഈ ആരാധ്യന്മാരെ, അത് കല്ലും മരവുമാകട്ടെ, പാമ്പും പശുവുമാകട്ടെ, തറയും തിറയുമാകട്ടെ, തൂണും തുരുമ്പുമാകട്ടെ, എലിയും പുലിയുമൊക്കെ ആകട്ടെ, പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തുടങ്ങിയുള്ളതാകട്ടെ, ഇതിനോടൊക്കെ അവർ വർത്തിക്കുന്നത്, അവ കാണുന്നു, കേൾക്കുന്നു, കേട്ട് പ്രതികരിക്കുന്നു, തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു, തങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു തരുന്നു, ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു, ഇഷ്ടങ്ങൾ നേടിത്തരുന്നു, വിഷമതകൾ വഴിമാറ്റുന്നു, ദുരിതങ്ങൾ പോക്കുന്നു. ഇങ്ങനെയാണ് ബുദ്ധിയും വിവേകവുമുള്ള ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ, അവരോട് പെരുമാറുന്നത് പോലെയാണ് ഇത്തരം യാതൊരു ഉപകാരവും ഉപദ്രവവും ഉടമപ്പെടുത്തിയിട്ടില്ലാത്ത വസ്തുക്കളോടൊക്കെ അവരൊക്കെ ആരാധ്യന്മാരായിട്ട് ഈ ബഹുദൈവ വിശ്വാസികൾ വർത്തിക്കുന്നത്, പെരുമാറുന്നത്. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബൂനഹും, ഹും എന്ന സർവനാമം പ്രയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. മാത്രമല്ല, അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുന്നവർ, അള്ളാഹുവിന് തുല്യരെ പടക്കുന്നവർ, മഹത്തുക്കളെ സ്വീകരിച്ചിട്ടുണ്ട്, അംബിയ ഔലിയായിനെ സ്വീകരിച്ചിട്ടുണ്ട്, മലക്കുകളെ സ്വീകരിച്ചിട്ടുണ്ട്, ജിന്നുകളെ സ്വീകരിച്ചിട്ടുണ്ട്. അവർ പലപ്പോഴും പറയാറുള്ളത്, ബഹുദൈവ വിശ്വാസികൾ ആരാധ്യന്മാരായി അള്ളാഹുവിനെ സമന്മാരെ സ്വീകരിച്ച വിഷയം അത് ഹജറിൻ്റെയും ഷജറിൻ്റെയും, അഥവാ കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ, മരം കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും വിഷയത്തിലാണ്. മഹാന്മാരുടെയും പുണ്യാളന്മാരുടെയും ഔലിയായിൻ്റെയും ഒന്നും വിഷയത്തിലല്ല എന്ന്. ഇപ്പറയപ്പെട്ടവരും ആരാധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അവരെ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ, അവരിലേക്ക് ആരാധനയുടെ വകുപ്പുകൾ വകതിരിച്ചിട്ടുണ്ട് എങ്കിൽ, അവരും അള്ളാഹുവിന് തുല്യന്മാരായി സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് എന്ന പ്രയോഗം നടത്തിയത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ടാണ് ഈ അനുബന്ധം
ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഈ ഒരു ഭാഗം അവതരിപ്പിച്ചിട്ടുള്ളത്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികളാകട്ടെ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ അവർ അതിശക്തരും തീവ്രന്മാരുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ അതിശക്തരാണ് സത്യവിശ്വാസികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനുള്ള സ്നേഹത്താൽ അശദ് അതിശക്തന്മാർ എന്ന് പറയുമ്പോൾ അശദ് എന്നുള്ളത് ഇസ്മു തഫ്ദീലാണ് വ്യാകരണ പ്രകാരം. സൂപ്പർലെറ്റീവ് ഡിഗ്രി എന്ന് പറയും. അപ്പോൾ അവിടെ ഇസ്മു തഫ്ദീൽ ഒരു മുഫദ്ദലിനെയും ഒരു മുഫദ്ദൽ അലൈഹിയെയും അറിയിക്കുന്നു എന്നാണ്. അതിശക്തരാണ് ഏത് വിഷയത്തിൽ? അള്ളാഹുവിനോടുള്ള വിശ്വാസികളുടെ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ. അതാണ് അവിടെ മുഫദ്ദൽ ശ്രേഷ്ഠമാക്കപ്പെട്ടത്. വിശ്വാസികളുടെ അള്ളാഹുവോടുള്ള സ്നേഹം അത് അതിശക്തമാണ്. മുഫദ്ദൽ അലൈഹി ആരുടെ സ്നേഹത്തേക്കാൾ? അത് പണ്ഡിതന്മാർ രണ്ട് നിലക്ക് വിശദീകരിച്ചു. ഏതാനും ചരിത്രങ്ങളെ ഉദ്ധരിച്ചാണ് നമ്മൾ ആ ഒരു ഭാഗം മനസ്സിലാക്കുന്നത്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് ഐ അക്സറു വ അസ്ബതു വ അദ്വമു അലാ മഹബ്ബതിഹിം ലില്ലാഹി തആല മിനൽ കുഫാരി ലി അസ്നാമിഹിം. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം അശദ് എന്ന് പറഞ്ഞാൽ അക്സർ, അത് കൂടുതലാണ്. അസ്ബത്ത് സ്ഥിരപ്പെട്ടതാണ്. അദ്വം അത് നിത്യവുമാണ്. അലാ മഹബ്ബതിഹിം ലില്ലാഹി മിനൽ കുഫാരി ലി അസ്നാമിഹിം, കുഫാറിന് അവരുടെ വിഗ്രഹങ്ങളോടുള്ള സ്നേഹത്തേക്കാൾ, അതാണ് അതിൻ്റെ ഒരു അർത്ഥം. അവിശ്വാസികൾക്ക് അവരുടെ വിഗ്രഹങ്ങളോടും ആരാധ്യന്മാരോടും ഉള്ള സ്നേഹത്തേക്കാൾ വിശ്വാസികളുടെ സ്നേഹം അള്ളാഹുവിന് നേരെയുള്ളത് കൂടുതലാണ്, സുസ്ഥിരമാണ്, നിത്യമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? സത്യവിശ്വാസികൾ അള്ളാഹുവിൽ പരിമിതപ്പെടുന്നു, ആരാധ്യനായി അള്ളാഹുവെ മാത്രമാക്കുന്നു. അള്ളാഹുവിനോട് ഉള്ള ഇഷ്ടം, സ്നേഹം അത് വകതിരിക്കുന്ന, മറ്റുള്ളവർക്ക് വകവെക്കുന്ന അവസ്ഥ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യന്മാരെ സ്നേഹിക്കുന്നതിൽ അവരുടെ ആത്മാർത്ഥതയും കൂറും എങ്ങനെയാണ്? ചില ചരിത്രങ്ങൾ നമുക്കിവിടെ വായിക്കാം. മഹ്ദി ഇബ്നു മൈമൂൻ അബൂ റജാഇനിൽ ഉതാരിദി പറയുന്നത് കേട്ടതായി ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി നിവേദനം. അബൂ റജാ അൽ ഉതാരിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഇവിടെ ജീവിച്ച ആളാണ്. ജാഹിലിയത്തിലും ഇസ്ലാമിക കാലത്തും അദ്ദേഹമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുവാൻ അവസരമുണ്ടായിട്ടില്ലാത്ത ഒരു മഹാനാണ് അബൂ റജാ അൽ ഉതാരിദി. അദ്ദേഹം പറയുന്നത്, കുന്നാ നഅബുദുൽ ഹജർ, ഞങ്ങൾ കല്ലിനെ ആരാധിക്കുമായിരുന്നു. ഫഇദാ വജദ്നാ ഹജറൻ ഹുവ അഖ്യറു മിൻഹു, ഞങ്ങൾ ആരാധിക്കുന്ന കല്ലിനേക്കാൾ നല്ല ഒരു കല്ല് ഞങ്ങൾ കണ്ടാൽ അൽഖൈനാഹു വ അഖദ്നൽ ആഖർ, ആദ്യം ആരാധിച്ച കല്ലിനെ വലിച്ചെറിയും, എന്നിട്ട് നല്ല കല്ലിനെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഫഇദാ ലം നജിദ് ഹജറൻ, ആരാധിക്കുവാൻ ഒരു കല്ലും കണ്ടില്ല എങ്കിൽ ജമഅന ജുസ്വത മിൻ തുറാബ്, ഞങ്ങൾ മണ്ണ് കൂട്ടിയിടും. സുമ്മ ജീന ബിഷാത്ത്, പിന്നെ ഞങ്ങൾ ആടിനെ കൊണ്ടുവന്ന് ഫഹലബ്ന അലൈഹി, ആ മൺകൂനയിൽ ആടിനെ കറക്കും, എന്നിട്ട് പാല് ആ മണ്ണിൽ വീഴ്ത്തിയതിന് ശേഷം സുമ്മ തുഫ്ന ബിഹി, പിന്നെ ഞങ്ങൾ അതിനെ വലം വെക്കും, അതിനെ തവാഫ് ചെയ്യും. ഇതാണ് അബൂ റജ പറഞ്ഞത്, മഹ്ദി കേട്ടത് ഉദ്ധരിക്കുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ബഹുദൈവ വിശ്വാസിക്ക് താൻ ആരാധിക്കുന്ന കല്ലിനോടുള്ള കൂറ്. കുറേ കാലം ഒരു കല്ലിനെ ആരാധിക്കും, പിന്നെ നല്ലതൊന്ന് കണ്ടാൽ ആരാധ്യനെ വലിച്ചെറിഞ്ഞ് നല്ലതായി കണ്ടതിനെ തിരഞ്ഞെടുത്ത് ആരാധിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ സ്നേഹം? വിശ്വാസികൾ ഒരിക്കലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെയല്ല. അവരുടേത് അള്ളാഹുവിനോടുള്ള സ്നേഹം അത് നിത്യമാണ്, സുസ്ഥിരമാണ്, ഏറ്റവും മികച്ചതാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മളിവിടെ മുമ്പ് അസായിബ് ബിൻ അബ്ദില്ലയെ ഉദ്ധരിച്ചിട്ടുണ്ട്. ജാഹിലിയത്തിൽ കഅബ നിർമ്മാണത്തിൽ പങ്കാളിയായ വ്യക്തിയാണ് അസായിബ് ബിൻ അബ്ദില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂറുകച്ചവടക്കാരനും കൂട്ടുകാരനുമായിരുന്നു. രണ്ടുപേരും വലിയ ബന്ധത്തിലുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം അരുളപ്പെട്ട് ആദരിക്കപ്പെട്ടതിൽ പിന്നെ സായിബ് ബിൻ അബ്ദില്ല തിരുനബിയിൽ നിന്ന് അകലുകയാണ് ചെയ്തത്. മക്കം ഫതഹിന് ഇപ്പുറം അദ്ദേഹം വീണ്ടും തിരുനബിയെ സന്ധിച്ച് ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തന്റെ അനുഭവം പറയുന്നത്, വലി ഹജറുൻ അന നഹത്തുഹു ബിയദൈ, എനിക്കൊരു കല്ലുണ്ടായിരുന്നു, എൻ്റെ കൈകൊണ്ട് ഞാൻ കൊത്തിയുണ്ടാക്കിയ കല്ല്. അഅ്ബുദുഹു മിൻ ദൂനില്ലാഹി തബാറക വ തആല, അള്ളാഹുവോടൊപ്പം ഞാൻ ആ കല്ലിനെ ആരാധിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്, ആരാധിക്കുന്ന കല്ലിൽ ഞാൻ കൊണ്ടുവന്ന് പാലൊഴിക്കും. എങ്ങനെയുള്ള പാല്? എനിക്ക് സ്വാർത്ഥമായ, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള പാല് ഞാൻ കുടിക്കാതെ അതുകൊണ്ടുവന്ന് ഞാൻ ഈ കല്ലിൽ ഒഴിക്കുമായിരുന്നു. അതാണ് ഫഅജീഉ ബിൽ ലബനിൽ ഖാസിർ അല്ലദി അൻഫസുഹു അലാ നഫ്സി ഫഅസ്ബു അലൈഹി, അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫയജീഉൽ കൽബു ഫയൽഹസുഹു സുമ്മ യശ്ഗറു ഫയബൂലു, ഞാൻ പാലൊഴിച്ച കല്ലിൽ പട്ടി വന്ന് അത് നക്കി തുടക്കും,
ആ പാലൊക്കെ നക്കിയെടുക്കും. എന്നിട്ട് അത് കാല് പൊക്കി ആ കല്ലിന് നേരെ മൂത്രമൊഴിക്കും എന്നാണ്. നായ വന്ന് വിഗ്രഹത്തിലൊഴിച്ച പാലിനെ നക്കി തുടച്ച് കാല് പൊക്കി മൂത്രമൊഴിച്ച് നായ പോകും എന്നാണ് സാഹിബിൻ അബ്ദുല്ല താൻ ആരാധിച്ചിരുന്ന കല്ലിനെ കുറിച്ച് പറയുന്നത്. അയാൾ കൊത്തിയുണ്ടാക്കിയ കല്ലിൽ ആരാധന നടത്തുന്നു. പിന്നെ അതിന് ഒന്നുകൂടി നന്നാക്കാനാണ് പാല് കൊണ്ടുവന്ന് അതിൽ പാരുന്നതും ഒഴിക്കുന്നതും. ഇവിടെ ഈ കല്ലിനോട് പാല് ചാർത്തി മാറ്റുകൂട്ടുന്ന കല്ല്, നായ വന്ന് നക്കി തുടച്ച് കാല് പൊക്കി മൂത്രമൊഴിക്കുന്ന കല്ല്, ഇതിനോട് എന്താ കൂറ്? സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള ആ ആത്മാർത്ഥമായ അതിമഹനീയമായ സ്നേഹവും കൂറും അതൊരിക്കലും വിഗ്രഹാരാധകർക്ക് അവരുടെ വിഗ്രഹത്തോട് ആത്മാർത്ഥമായില്ല എന്നുള്ളതാണ് ഇത്തരം ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ചരിത്രപ്രസിദ്ധനായ കവി ഇമ്രുഉൽ ഖൈസ് ഇബ്നു ഹുജർ ജാഹിലി കവിതകളിൽ അൽ മുഅല്ലഖാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന കവിതാ സമാഹാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ഒന്നാം സ്ഥാനവും അലങ്കരിക്കുന്ന കവിതാ സമാഹാരത്തിൻ്റെ വക്താവാണ് ഇമ്രുഉൽ ഖൈസ്. അദ്ദേഹം ബനു അസദ് ഗോത്രത്തോട് യുദ്ധത്തിന് പോകാൻ ഭാവിച്ച ഒരു സന്ദർഭം ചരിത്രത്തിൽ വായിക്കാം. ഈ ബനു അസദ് ഗോത്രമാണ് ഇമ്രുൽ ഖൈസിൻ്റെ പിതാവ് ഹുജുറിനെ വധിക്കുകയുണ്ടായത്. അപ്പോൾ ബനു അസദിനോട് പക വീട്ടാനും പകരം തീർക്കാനും ഇമ്രുൽ ഖൈസ് പോകുമ്പോൾ ദിൽ ഖലസ വിഗ്രഹത്തിനരികിലൂടെയാണ് യാത്ര. ദിൽ ഖലസ മക്കയുടെയും യമൻ്റെയും ഇടയിൽ തബാല എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപിക്കപ്പെട്ടിരുന്നത്. ബജീല, ഖസ്അം, ദൗസ് തുടങ്ങിയ ഗോത്രങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ദുൽ ഖലസ. നമ്മൾ ഇതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഏതായാലും ഇമ്രുൽ ഖൈസ് ദുൽ ഖലസയിൽ ചെന്ന് അതിനെ വണങ്ങി യുദ്ധത്തിനുള്ള സമ്മതത്തിന് നറുക്കെടുപ്പ് നടത്തുകയാണ്. അന്ന് അമ്പ് നറുക്കിട്ടാണ് അവർ യുദ്ധം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക. ഇമ്രുൽ ഖൈസ് യുദ്ധം നിശ്ചയിച്ച് തീരുമാനിച്ചുറപ്പിച്ചാണ് പോകുന്നത്. പക്ഷേ എന്നാലും വിഗ്രഹത്തിൻ്റെ അടുത്തെത്തി നറുക്കിടുകയാണ്. 3 നറുക്കുകളായിരിക്കും. അത് അമ്പുകളിൽ ആമിർ, നാഹി, അതേപോലെ തവക്കഫ്, ഇങ്ങനെയൊക്കെ യുദ്ധം കൊണ്ട് കൽപ്പിക്കുന്ന ഒരു നറുക്ക്, അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് വിലക്കുന്ന, അല്ലെങ്കിൽ രണ്ടുമല്ലാത്ത നിലപാട്, ഇങ്ങനെ 3 നറുക്കുകളായിരിക്കും. ഈ 3 നറുക്കിലൂടെ വിഗ്രഹത്തിനടുത്ത് വെച്ച് നറുക്കെടുക്കുമ്പോൾ 3 തവണ നറുക്കിട്ടപ്പോഴും നറുക്ക് വീണത് അന്നാഹിയാണ്. യുദ്ധം വേണ്ട, യുദ്ധത്തിന് പോകണ്ട എന്ന നറുക്കാണ് വീഴുന്നത്. പ്രതികാര അഗ്നി കത്തി. അല്യോമ ഖംറുൻ വൽഗദ അമ്രുൻ, ഇന്ന് കള്ളു കുടിച്ച് നാളെ കാര്യം കയ്യാളണം അഥവാ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് പുറപ്പെട്ട ഇമ്രുൽ ഖൈസിന് ദുൽഖലസയുടെ മുമ്പിൽ നറുക്ക് 3 യുദ്ധത്തിന് പോകണ്ട എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രം പറയുന്നത് ഫകസറത്തിൽക്കൽ ഖിദാഹ്, ഇമ്രുൽ ഖൈസ് ആ നറുക്കുകളെ, അമ്പുകളാണല്ലോ, അതൊക്കെ പൊട്ടിച്ചോടച്ചു. വറമ ബിഹ വജിഹ സനം, വിഗ്രഹത്തിന്റെ മുഖത്ത് അത് വലിച്ചെറിഞ്ഞു. വശതമഹു, ആ വിഗ്രഹത്തെ തെറി അഭിഷേകം നടത്തി. എന്നിട്ട് അൻഷദ, ഇമ്രുൽ ഖൈസ് പാടി എന്നാണ്, ലൗകുൻ തയാദൽ ഖുലസി അൽ മൗതൂറ മിസ്ലി വകാന ശൈഖുകൽ മഖ്ബൂറ ലം തൻഹ അൻ ഖത്ലിൽ ഉദാതി സൂറ. ഗുണം കെട്ട ദുൽഖലസ വിഗ്രഹമേ, നീ എന്നെ പോലെ ആയിരുന്നുവെങ്കിൽ അക്രമികളെ യുദ്ധം ചെയ്ത് കൊല്ലുന്നത് നീ ഒരിക്കലും വിലക്കുമായിരുന്നില്ല, നിന്റെ വിലക്കൽ വ്യാജമായിട്ടാണ് എന്ന് പാടി ഇമ്രുൽ ഖൈസ് പോയി എന്നാണ്. സുമ്മ ഖസദ ബനി അസദ് ഫദഫറ ബിഹി, ഇമ്രുൽ ഖൈസ് ബനു അസദിനെ ലക്ഷ്യമാക്കി പോയിട്ട് അവരോട് യുദ്ധം ചെയ്ത് വിജയം വരിച്ചു എന്നാണ്. വിഗ്രഹം വിലക്കിയ കാര്യം, വിഗ്രഹത്തെ വിഗണിച്ചു പോയി ഇമ്രുൽ ഖൈസ് നേടി എന്നാണ് ചരിത്രം. ഞാനിത് ഉദ്ധരിച്ചത്, ഇതുപോലത്തെ ചരിത്രങ്ങൾ നമ്മൾ പലത് വായിക്കും. ബനു മൽക്കാൻ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ജുദ്ദയുടെ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന സഅദ് എന്ന് പറയുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. തൻ്റെ കൂടെയുള്ള ഒട്ടകങ്ങളെയും കൊണ്ട് ഈ സഅദ് എന്ന് പറയുന്ന വിഗ്രഹത്തിനടുക്കലേക്ക് ഈ മൽക്കാനി ചെല്ലുകയാണ്. ഒരു നീണ്ട കല്ലായിരുന്നു ഈ സഅദ് എന്ന് പറയുന്ന വിഗ്രഹം. ഈ കല്ല് കണ്ട മാത്രയിൽ ഒട്ടകങ്ങൾ മുഴുവൻ വിരണ്ടോടി. അതോടുകൂടി മൽക്കാനി വളരെയധികം ദേഷ്യം പിടിക്കുകയും സഅദ് എന്ന് പറയുന്ന വിഗ്രഹത്തെ തൻ്റെ കയ്യിലുള്ള കല്ലുകൊണ്ട് എറിയുകയും എന്നിട്ട് അതൈന ഇലാ സഅദിൻ ലിയജ്മഅ ശംലന ഫശത്തതന സഅദുൻ ഫമാ നഹ്നു മിൻ സഅദി വഹൽ സഅദുൻ ഇല്ലാ സഖറത്തുൻ ബിതനൂഫത്തിൻ മിനൽ അർളി ലാ തദ്ഉ ലിഗയ്യിൻ വലാ റുഷ്ദി എന്ന് പാടി അയാൾ അതിനെ വിഗണിച്ചു എന്നാണ്. സഅദിൻ്റെ അടുക്കലേക്ക് വന്നത് ഞങ്ങളെ ഐക്യപ്പെടുത്താനാണ്, പക്ഷേ സഅദ് ഞങ്ങളെ ശിഥിലമാക്കി. അതുകൊണ്ട് സഅദിനോട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. സഅദ് ഒരു കല്ല് മാത്രമാണ്, നന്മക്കും തിന്മക്കും ഒന്നും അതിനോട് തേടാവതല്ല എന്ന് പറഞ്ഞ് അയാൾ പ്രതികരിച്ചു എന്നാണ്. ഔറദഹ സഅദുൻ വസഅദുൻ മുസ്തമിൽ മഹാകഥ തൂറദു യാ സഅദുൽ ഇബിൽ എന്നൊക്കെ ഈ വിഷയത്തിൽ വേറെയും കവിത കാണാൻ സാധിക്കും. വളരെ അദ്ദേഹം ഈ മൽക്കാനി ദേഷ്യപ്പെടുകയുണ്ടായി ഈ വിഷയത്തിൽ എന്നാണ്. ഞാൻ ഇത് സഹോദരന്മാരെ ഇവിടെ ചില ചരിത്രങ്ങളെ ഉണർത്തിയത്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വസിച്ചവർ അള്ളാഹുവിനോടുള്ള ഹുബ്ബിൽ അതിശക്തരാണ്. ആരേക്കാൾ? ബഹുദൈവ വിശ്വാസികളേക്കാൾ. അവരുടെ സ്നേഹം ആരോടാണ്?
അവരുടെ ആരാധ്യന്മാരോടാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധ്യന്മാരോട് സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം വിശ്വാസികളുടെ സ്നേഹത്തെ പോലെയല്ല. വിശ്വാസികളുടെ സ്നേഹം അത് അശദ്ദു ഹുബ്ബൻ ലില്ലാ എന്നാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധ്യന്മാരോടുള്ള സ്നേഹത്തെക്കാൾ വിശ്വാസികളുടെ സ്നേഹം മികച്ചതും സുദൃഢവും നിത്യവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്ഥിരീകരിക്കുകയാണ്. അതാണ് ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഇമാം തബരി തഫ്സീറിൽ ഉദ്ധരിച്ചത്. അദ്ദേഹം പറഞ്ഞു, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് മുബാഹാതൻ വ മുദാഹാതൻ ലിൽ ഹഖ് ബിൽ അൻദാദ്. അല്ലാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിച്ചവർ അവരുടെ ആരാധ്യന്മാരെ സ്നേഹിക്കുന്നു അല്ലാഹുവോടുള്ള സ്നേഹം പോലെ. അത് മുബാഹാതൻ അവർ പെരുമ നടിച്ചും, വ മുദാഹാതൻ ലിൽ ഹഖ് ബിൽ അൻദാദ് യഥാർത്ഥ ആരാധ്യനായ അല്ലാഹുവിനെ സമന്മാരോട് സമപ്പെടുത്തിയുമാണ് അവരുടെ ഈ സ്നേഹപ്രകടനം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അദ്ദേഹം തുടരുകയാണ് ഇമാം മുജാഹിദ്, വിശ്വാസികളാകട്ടെ അല്ലാഹുവിനോടുള്ള സ്നേഹത്താൽ അവർ അതിശക്തരാണ്. മിൻ ഹുബ്ബിഹിം ലി ആലിഹതിഹിം. ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധ്യന്മാരോടുള്ള സ്നേഹത്തേക്കാൾ, അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യന്മാരെ സ്നേഹിക്കുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ സ്നേഹമാണ് വിശ്വാസികൾ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വെച്ചു പുലർത്തുന്നത് എന്നാണ് ഇവിടെ അദ്ദേഹം ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈ ആയത്തിന് മറ്റൊരു തഫ്സീർ കൂടിയുണ്ട്. അതാണ് ഇനി തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. അതെന്താണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹി മിനൽ മുശ്രിക്കീന ബിൽ അൻദാദി ലില്ലാഹ്. സമന്മാരെ അള്ളാഹുവിന് തീർത്ത മുശ്രിക്കുകൾ, അവർക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്. അവരുടെ സ്നേഹത്തേക്കാൾ വിശ്വാസികൾക്കാണ് അള്ളാഹുവിനോട് സ്നേഹം. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മുശ്രിക്കുകൾ അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിന് അവർ സമന്മാരെ സ്വീകരിച്ചതോടൊപ്പം. എന്നാൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവോടുള്ള സ്നേഹം ഈ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹത്തേക്കാൾ അതിശക്തമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ. പല പ്രാമാണികരും ഈ തഫ്സീറിനെയാണ് പരിഗണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തഫ്സീർ? പണ്ഡിതന്മാർ പറയുന്നത്, ഫഇന്ന മഹബ്ബത്തൽ മുഅ്മിനീന ഖാലിസ വ മഹബ്ബത്ത അസ്ഹാബിൽ അൻദാദി ഖദ് ദഹബത് അൻദാദുഹും ബിഖിസ്തിൻ മിൻഹാ. കാരണം മുഅ്മിനീങ്ങളുടെ മഹബ്ബത്ത് ഖാലിസത്താണ്, അത് കളങ്കരഹിതമാണ്, കപടമുക്തമാണ്, നിഷ്കളങ്കമാണ്, അതിൽ കലർപ്പില്ല. എന്നാൽ വ മഹബ്ബത്തു അസ്ഹാബിൽ അൻദാദ്, സമന്മാരെ സ്വീകരിച്ചവരുടെ അള്ളാഹിനോടുള്ള സ്നേഹം, ഖദ് ദഹബത് അൻദാദുഹും ബിഖിസ്തിൻ മിൻഹാ, ആ സ്നേഹത്തിൻ്റെ ഒരു വിഹിതം സമന്മാർ കൊണ്ടുപോയിരിക്കുന്നു. വൽ മഹബ്ബത്തുൽ ഖാലിസത്തുൽ ലത്തി ഹിയ ഇൻദൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അടുക്കലുള്ളതായ നിഷ്കപടമായ നിഷ്കളങ്കമായ മഹബ്ബത്ത് സ്നേഹം, അശദ്ദു മിനൽ മുഷ്തറകത്തി ലത്തി ഹിയ ഇൻദ അസ്ഹാബിൽ അൻദാദ്, സമന്മാരുടെ അടുക്കൽ പങ്കാളിത്തം ഉണ്ടായ മഹബ്ബത്തിനേക്കാൾ ശക്തമാകുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, പക്ഷെ അവരുടെ സ്നേഹത്തിൽ കലർപ്പുണ്ട്, കളങ്കമുണ്ട്. കാരണം അവർ ആ സ്നേഹം അള്ളാഹു അല്ലാത്തവരിലേക്കും വകവെച്ചു. എന്നാൽ വിശ്വാസികളുടെ മഹബ്ബത്ത് അത് അള്ളാഹുവിന് മാത്രമുള്ള മഹബ്ബത്താണ്. ആ ഒരു വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന അനുബന്ധത്തിലൂടെ സ്ഥിരീകരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ തഫ്സീറിനെ പ്രബലപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ ദുമ്മു ബിഅൻ അശ്റകു ബൈന അല്ലാഹി വ ബൈന അൻദാദിഹിം ഫിൽ മഹബ്ബ. ബഹുദൈവ വിശ്വാസികൾ ആക്ഷേപിക്കപ്പെട്ടു. എന്ത് പറഞ്ഞ്? അവർ അള്ളാഹുവിൻ്റെയും സമന്മാരുടെയും ഇടയിൽ മഹബ്ബത്തിൽ പങ്കുചേർത്തു എന്ന് പറഞ്ഞ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ എന്ന് പറഞ്ഞില്ലേ? ബഹുദൈവ വിശ്വാസികൾ ആക്ഷേപിക്കപ്പെട്ടു. അതിനാൽ വലം യുഖ്ലിസൂഹാ ലില്ലാഹ് കമഹബ്ബത്തിൽ മുഅ്മിനീന ലഹു, ഈ മഹബ്ബത്ത് അവർ അള്ളാഹുവിന് മാത്രമാക്കേണ്ടതാണ്, അള്ളാഹുവിന് മാത്രമാക്കിയില്ല. മുഅ്മിനീങ്ങൾ അള്ളാഹുവിന് മഹബ്ബത്ത് ആത്മാർത്ഥമാക്കിയതുപോലെ. വഹാദിഹി തസ്വിയതു ഹിയൽ മദ്കൂറതു ഫീ ഖൗലില്ലാഹി തആല ഹികായതൻ അൻഹും വഹും ഫിന്നാർ. മഹബ്ബത്തിൽ അവർ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി. അതാണ് നരകത്തിലായിരിക്കെ ബഹുദൈവ വിശ്വാസികൾ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവൻ്റെ വചനമാക്കി പറഞ്ഞത്. ബഹുദൈവ വിശ്വാസികൾ നരകത്തിലായിരിക്കെ അന്നഹും യഖൂലൂന ലി ആലിഹതിഹിം വ അൻദാദിഹിം, അവരുടെ ആരാധ്യന്മാരോട് പറയും, അവർ സമന്മാരായി സ്വീകരിച്ചവരോട് പറയും, വഹിയ മുഹദ്ദറത്തുൻ മഅഹും ഫിൽ അദാബ്, ഈ ആരാധ്യന്മാർ നരകശിക്ഷയിൽ അവരോടൊപ്പം ഹാജരായിരിക്കെ, സന്നിഹിതനായിരിക്കെ, നരകത്തിൽ ആരാധ്യന്മാരും ആരാധിച്ചവരോടൊപ്പം കത്തിക്കപ്പെടും. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? നിങ്ങളും അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരാധിച്ചിരുന്നവരും നരകത്തിന് വിറകാണ് എന്ന്. അങ്ങനെ ആരാധ്യന്മാരോടൊപ്പം ആരാധിച്ചവർ നരകത്തിലായിരിക്കെ ആരാധിച്ചിരുന്നവർ തങ്ങളോടൊപ്പം കത്തുന്ന ആരാധ്യന്മാരോട് പറയും,
തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. അല്ലാഹുവാണേ സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. എപ്പോൾ? ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, മുഴു ലോകരുടെയും റബ്ബിനോട് നിങ്ങളെ ഞങ്ങൾ തുല്യപ്പെടുത്തിയിരുന്ന സന്ദർഭത്തിൽ. ദുനിയാവിൽ ആരാധ്യന്മാരെ അള്ളാഹുവിനോട് സമന്മാരെയാക്കി. അതിനെക്കുറിച്ചാണ് നരകത്തിൽ കത്തുമ്പോൾ അവർ പറയുന്നത്, അന്ന് ഞങ്ങൾ തികഞ്ഞ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, വമഅലൂമുൻ അന്നഹും മാ സവ്വൂഹും ബിറബ്ബിൽ ആലമീന ഫിൽ ഖൽഖി വറുബൂബിയ്യ. ഈ ആരാധ്യന്മാരെ ആരാധിച്ചിരുന്നവർ റബ്ബുൽ ആലമീനോട് ഖൽഖിൻ്റെയും റുബൂബിയ്യത്തിൻ്റെയും വിഷയത്തിൽ തുല്യപ്പെടുത്തിയിട്ടില്ല എന്നത് സുവിദിതമാണ്. സൃഷ്ടിപ്പിൽ, രക്ഷാകർതൃത്വത്തിൽ ഒരിക്കലും ബഹുദൈവ വിശ്വാസികൾ ആരാധ്യന്മാരെ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയിട്ടില്ല. വ ഇന്നമാ സവ്വൂഹും ബിഹി ഫിൽ മഹബ്ബത്തി വത്തഅദീം. ബഹുദൈവ വിശ്വാസികൾ ആരാധ്യന്മാരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയത് മഹബ്ബത്തിൻ്റെ വിഷയത്തിലാണ്, തഅദീമിൻ്റെ വിഷയത്തിലാണ്, ആദരവിൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മഹബ്ബത്തിൽ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തി, ആദരവിൽ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തി. ആരെ? ആരാധ്യന്മാരെ, സമന്മാരെ. അപ്പോൾ അള്ളാഹുവിനോട് മഹബ്ബത്ത് വെച്ചു, ആരാധ്യന്മാരോടും മഹബ്ബത്ത് വെച്ചു. മഹബ്ബത്തിൽ അള്ളാഹുവിന് സമന്മാരെ തീർത്തു. സലക്ഷ്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു അഭിപ്രായത്തെ പ്രബലപ്പെടുത്തി. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഈ വിഷയത്തിൽ മറ്റൊരു തെളിവ് കൂടി പറയുകയാണ്. വഹാദ ഐദൻ ഹുവൽ അദ്ലുൽ മദ്കൂർ ഫീ ഖൗലിഹി തആല അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വജഅല അദ്ദുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. സൂറത്ത് അൻആമിൻ്റെ തുടക്കവചനം. വാനങ്ങളെയും ഭുവനങ്ങളെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം. വജഅല അദ്ദുലുമാതി വന്നൂർ, അവൻ അന്ധകാരങ്ങളെയും പ്രകാശത്തെയും സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, എന്നിട്ടും അവിശ്വാസികൾ തങ്ങളുടെ റബ്ബിൽ സമന്മാരെ തീർക്കുന്നു, തുല്യരെ വെക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ബിഹി ഗൈറഹു ഫിൽ ഇബാദത്തില്ലതി ഹിയൽ മഹബ്ബത്തു വത്തഅദീം സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂന ബിഹി ഗൈറഹു, എന്നിട്ടും അവിശ്വാസികൾ തങ്ങളുടെ റബ്ബിൽ യഅദിലൂന ബിഹി, അള്ളാഹുവിന് തുല്യനെ വെക്കുന്നു, ഗൈറഹു, അള്ളാഹു അല്ലാത്തവരെ. ഏത് വിഷയത്തിൽ? ഫിൽ ഇബാദത്തില്ലതി ഹിയൽ മഹബ്ബത്തു വത്തഅദീം, മഹബ്ബത്ത് സ്നേഹം, തഅദീം ആദരവ്, ഈ ഇബാദത്തിൽ അള്ളാഹുവിന് തുല്യരെ വെക്കുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനോട് മഹബ്ബത്ത് പുലർത്തി, അള്ളാഹുവിന് സമന്മാരെ സ്വീകരിച്ച് അവരോടും മഹബ്ബത്ത് പുലർത്തി. അപ്പോൾ മഹബ്ബത്തിൽ അവർ അള്ളാഹുവെ പങ്കാളികളാക്കി. അള്ളാഹുവിനുള്ള മഹബ്ബത്ത് അവർ വിഹിതം വെച്ചു, വകമാറ്റി, വേർതിരിച്ചു. സത്യവിശ്വാസികൾ ഒരിക്കലും ആ മഹബ്ബത്ത് വഴിമാറ്റുകയോ മറ്റുള്ളവർക്ക് വകവെക്കുകയോ അള്ളാഹുവിൽ നിന്ന് വേർപിരിക്കുകയോ ചെയ്യാതെ അവർ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് അതിശക്തമാക്കി നിലനിർത്തുന്നവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ വചനത്തിൽ പറയുന്നത്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ രണ്ട് തഫ്സീറാണ് മനസ്സിലാക്കുകയുണ്ടായത്, പഠിക്കുകയുണ്ടായത്. ഒന്ന്, ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ വിഗ്രഹങ്ങളോട്, ആരാധ്യന്മാരോട് സ്നേഹവും ആദരവുമുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യന്മാരെ സ്നേഹിക്കുന്നത് പോലെയല്ല അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹം അവരുടേത് കറകളഞ്ഞതാണ്, നിത്യമാണ്, അത് അതിശക്തമാണ്. ബഹുദൈവ വിശ്വാസികൾ വിഗ്രഹങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിലും അവരുടേത് നിത്യമോ നിഷ്കപടമോ അല്ല എന്നുള്ളതാണ്. ഏതാനും ചരിത്രങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായല്ലോ. എന്നാൽ രണ്ടാമത്തെ തഫ്സീർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ളവർ ബലപ്പെടുത്തിയ തഫ്സീർ, ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനോട് മഹബ്ബത്ത് പുലർത്തുന്നു, ആ മഹബ്ബത്തിൽ അവർ അള്ളാഹു അല്ലാത്തവരെ പങ്കാളികളാക്കിക്കൊണ്ട്, ഈ ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ അതിശക്തമായ സ്നേഹമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അറിയിക്കുകയാണ്. ഇതാണ് അതിൽ രണ്ടാമത്തെ തഫ്സീർ. ഈ തഫ്സീറിനെ അറിയിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിച്ചവർ അവരുടെ അസന്നിഗ്ധ ഘട്ടങ്ങളിലും അനിവാര്യതകളിലും അവരുടെ ആരാധ്യന്മാരിൽ നിന്ന് പുറംതിരിയുന്നവരും മുഖം തിരിക്കുന്നവരുമാണ്. അസന്നിഗ്ധ ഘട്ടങ്ങളിലും അനിവാര്യതകളിലും അവർ അള്ളാഹുവിലേക്ക് മാത്രം ആശ്രിതരാകുന്നവരാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോടുള്ള അവരുടെ കൂറും അവരുടെ സ്നേഹവും നിർബന്ധ സന്ദർഭങ്ങളിലും അസന്നിഗ്ധ ഘട്ടങ്ങളിലും അവർക്കില്ല എന്നുള്ളതാണ്. ക്ഷാമകാലങ്ങളിൽ, നിർബന്ധിതാവസ്ഥയിൽ ആരാധ്യന്മാരോടുള്ള അവരുടെ ഇഷ്ടം മങ്ങുന്നുമായുന്നു. അവർ അള്ളാഹുവിലേക്ക്
ആത്മാർത്ഥമായിട്ട് തിരിയുന്നു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിലും സന്താപത്തിലും ക്ഷേമത്തിലും ക്ഷാമത്തിലും സ്നിഗ്ധഘട്ടങ്ങളിലും അസന്നിഗ്ധ ഘട്ടങ്ങളിലും നിർബന്ധ സാഹചര്യങ്ങളിലും എല്ലാത്തപ്പോഴും അള്ളാഹുവോടുള്ള കൂറും അവരുടെ ഇഷ്ടവും അത് അള്ളാഹുവിന് മാത്രമാണ്. അത് അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും വഴിതിരിയുന്ന അവസ്ഥ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ബഹുദൈവ വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ അവർ സഞ്ചരിക്കുകയായാൽ ദുആ അള്ളാഹുവിന് മാത്രമാക്കി അവർ അള്ളാഹുവിനോട് കേഴുകയും അള്ളാഹുവെ വിളിക്കുകയും ചെയ്യും എന്ന്. അപ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവെ അവർ ആശ്രയിക്കുന്നവരാണ് അവരുടെ അനിവാര്യ ഘട്ടങ്ങളിൽ. എന്നാൽ അവർ അള്ളാഹുവിന് സമന്മാരെ തീർത്ത് ആരാധ്യന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. ആ ആരാധ്യന്മാരോടുള്ള അവരുടെ സ്നേഹവും ഇഷ്ടവുമൊക്കെ ഇത്തരം കപ്പൽ യാത്രകളിലും കപ്പൽ കാറ്റിൽ ഉലഞ്ഞാടുമ്പോഴും അവർക്കില്ല എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ളവർ ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുകയും മുഖവിലക്കെടുക്കുകയും ചെയ്തപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളും പ്രമാണവചനങ്ങളുമാണ് അതിനവർ തെളിവിന് കൂട്ടിനെടുത്തിട്ടുള്ളത് എന്നത് നമ്മളിവിടെ പ്രത്യേകം വായിക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ചരിത്രം, ഖുറൈശികൾക്ക് അവരുടെ ആരാധ്യന്മാരോടുള്ള മഹബത്ത് അത് എത്ര എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്. ഒരിക്കൽ ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്പത്ത് നൽകാൻ. അതോടുകൂടി റസൂലുള്ള മക്കയിൽ ഏറ്റവും സമ്പന്നനാകും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് നൽകാൻ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവാക്കി ഖുറൈശികൾ നബിയുടെ പിന്നിൽ അണിനിരക്കാൻ. അവർ പറഞ്ഞു, ഹാദാ ലക ഇൻദനാ യാ മുഹമ്മദ്, അങ്ങേക്ക് ഈ 3 കാര്യങ്ങളും ഞങ്ങൾ നൽകാം എന്നാണ് പറയുന്നത്. പക്ഷെ എന്തു വേണം? വഖുഫ് അൻ ശത്മി ആലിഹത്തിന വലാ തദ്കുർഹ ബിശർരിൻ. ഞങ്ങളെ ആരാധ്യന്മാരെ മോശപ്പെടുത്തരുത്, അതിനെ തിന്മയിൽ പരാമർശിക്കരുത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അതൃപ്തമാണ് എങ്കിൽ ഞങ്ങൾ മറ്റൊരു കാര്യം അവതരിപ്പിക്കാം, അതിൽ നിങ്ങൾക്ക് വലിയ ഗുണമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, വമാഹി, എന്താണത്? അപ്പോൾ അവർ പറയുകയാണ്, തഅബുദുല്ലാത്ത വൽ ഉസ്സ സനതൻ വനഅബുദു ഇലാഹക സനതൻ. താങ്കൾ ലാത്തയെയും ഉസ്സയെയും ഒരു വർഷം ആരാധിക്കൂ, താങ്കളുടെ ആരാധ്യനെ ഇലാഹിനെ ഞങ്ങൾ ഒരു വർഷം ആരാധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, റബ്ബിൻ്റെ വഹീനെ കാതോർക്കുകയാണ്, അത് വരട്ടെ. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹീ വിഷയത്തിൽ അവതീർണമായി. അതൊന്ന് സൂറത്തുൽ കാഫിറൂൻ ആയിരുന്നു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അവിശ്വാസികളെ എന്ന് വിളിച്ച് ഈ വിഭാഗത്തെ അഭിസംബോധന ചെയ്യാൻ പറയാണ്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ. അതേപോലെ സൂറത്ത് സുമറിലെ 64, 65, 66 വചനങ്ങളും ഇവിടെയാണ് അവതീർണമായത്. ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ ബലില്ലാഹ ഫഅ്ബുദ് വകും മിനശ് ശാകിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരോട് പ്രഖ്യാപിക്കാൻ പറയാണ്, അയ്യുഹൽ ജാഹിലൂൻ എന്നവരെ വിളിച്ച്. അള്ളാഹു അല്ലാത്തവരെ ഞാൻ ആരാധിക്കുവാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? പിന്നെ ശിർക്കിൻ്റെ അപകടം, താങ്കൾക്കും താങ്കൾക്കുള്ള മുമ്പുള്ളവർക്കും ബോധനം നൽകപ്പെട്ട വിഷയം അള്ളാഹുവിൽ പങ്കുചേർത്താൽ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമെന്നുള്ളതാണ്, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നുള്ളതുമാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പറയാൻ പറഞ്ഞു, ബലില്ലാഹ ഫഅ്ബുദ്, അള്ളാഹുവിനെ മാത്രം താങ്കൾ ആരാധിക്കൂ, വകും മിനശ് ശാകിരീൻ, നന്ദിയുള്ളവരിൽ താങ്കൾ ഉൾപ്പെടൂ. സഹോദരന്മാരെ, ഞാൻ ഈ ചരിത്രം കൊണ്ടുവന്നത് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധ്യന്മാരോടുള്ള ഇഷ്ടവും കൂറും അതിൻ്റെ അളവെത്ര, ആത്മാർത്ഥത അതിലെത്ര എന്ന് വായിക്കാനാണ്. അവരുടെ ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. തഅബുദുല്ലാത്ത വൽ ഉസ്സ സന, ഒരു വർഷം ലാത്തയെയും ഉസ്സയെയും അങ്ങ് ആരാധിക്കൂ. വനഅബുദു ഇലാഹക സന, അങ്ങയുടെ ആരാധ്യനെ ഞങ്ങളും ഒരു വർഷം ആരാധിക്കാം. നോക്കൂ നിങ്ങൾ, അവർക്ക് കൂറെത്രയാണ്, സ്നേഹം എത്രയാണ് അവരുടെ ഈ പ്രയോഗം അറിയിക്കുന്നത്. ഏതായാലും ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ മഹബത്തിലുള്ള ഈ ഒരു പങ്കാളിത്തം, അതിനാൽ മഹബത്തിൽ അവർക്ക് ആത്മാർത്ഥത ഇല്ലായ്മ, ഈ ഒരു വിഷയമാണ് ഇത്തരം ചരിത്രങ്ങളും വചനങ്ങളുമൊക്കെ അറിയിക്കുന്നത്. സത്യവിശ്വാസികൾ ഒരിക്കലും ഇങ്ങനെ കളങ്കിതരും പങ്കാളികളുമല്ല അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ വിഷയത്തിൽ. അവർ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള മഹബത്തിൽ അതിശക്തരാണ്, ആ സ്നേഹം അത് നിത്യമാക്കി തുടർത്തുന്നവരാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ആയത്തിൻ്റെ ബാക്കി ഭാഗം, വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ്
അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.